ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു സ്റ്റഡ് നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഇത് പേൾ കോട്ടൺ ത്രെഡാണ്. പേൾ കോട്ടൺ ത്രെഡിന് പകരം നിങ്ങൾക്ക് ഇതിന് അല്ലെങ്കിൽ നൈലോൺ ത്രെഡ് എന്നും പറയും, അല്ലെങ്കിൽ നമുക്ക് സിൽക്ക് ത്രെഡ് ഉപയോഗിച്ച് വേണമെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് ക്യാൻവാസ് പേപ്പർ, അതുപോലെ തന്നെ ഒരു ഹാഫ് ബീഡ്, പിന്നെ ഫാബ്രിക് ഗ്ലൂ, സിസർ. ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. നമുക്ക് ആദ്യം ഒന്ന് നൂല് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഏകദേശം ഈ ഒരു വലിപ്പം. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കാം. ഒരു 4 റോള് ഞാൻ ചുറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് പകരം നമ്മൾ സിൽക്ക് ത്രെഡ് കൊണ്ടാണ് എടുക്കുന്നതെങ്കിൽ കുറേ പ്രാവശ്യം നമ്മൾ ചുറ്റിയെടുക്കേണ്ടി വരും. ഒന്നുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് നൈലോൺ ത്രെഡാണ്. എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതുപോലെ തന്നെ ഒരു 3 എണ്ണം ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലൊരു 3 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ യോജിപ്പിച്ചിട്ട് ഒരു സെല്ലോ ടേപ്പ് കൊണ്ട് ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക. ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി നമ്മൾ മുടി പിന്നുന്നത് പോലെ ഒന്ന് പിന്നിയെടുക്കുക. വേണ്ടി എത്ര ഭാഗം പിന്നിയെടുത്ത ശേഷം ഇതൊന്ന് ഊരിയെടുക്കുക. ഊരിയെടുത്തിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് ഗമ്മ് കൊടുത്ത് ഒന്ന് ഫിക്സ് ചെയ്യുക. ഇവിടെ ഒന്ന് നമുക്ക് ഒന്ന് ലെവലായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് ഭാഗത്തും ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗമ്മ് കൊടുക്കാം. ഇത് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഈ സ്റ്റഡിൻ്റെ പിരി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒന്ന് ചുറ്റിയെടുക്കാനാണ്. ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഗമ്മ് കൊടുത്ത് ഒന്ന് അതിൻ്റെ ഒരു തുടക്ക ഭാഗത്ത് നന്നായിട്ടൊന്ന് ഗമ്മ് കൊടുത്ത് ഇങ്ങനെ കൈ കൊണ്ട് ഫിക്സ് ചെയ്ത് ചുരുട്ടി എടുക്കുക. ചുരുട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും. നന്നായിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ എൻഡ് ഭാഗത്തും ഇതുപോലെ തന്നെ ഗമ്മ് കൊടുക്കുക.
നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഫുള്ള് ഗമ്മ് തേച്ച് ഇതിവിടെ ഫിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഇതിൻ്റെ കറക്റ്റ് മിഡിൽ ഭാഗത്തായിട്ട് ഒരു ഹാഫ് ബീഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനൊരു ലൈറ്റ് പിങ്ക് കളറാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റോൺസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണാൻ നല്ല മെറ്റീരിയൽസ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അത് എന്നിട്ട് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും, ഇത് ഡ്രൈ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഈ എൻഡെല്ലാം നന്നായിട്ട് ഇങ്ങനെ സിസർ വെച്ച് കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്കിതുപോലെ ഇയർ റിങ്സ് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാ കളറിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.